Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് microprocessors and microcontroller സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3 വരുന്ന ടോപ്പിക് ആണ് interrupts. അപ്പോൾ അതിലെ types of interrupts, interrupt service routine. ഓക്കെ, ഇതൊക്കെയാണ് നമുക്കിന്ന് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. In early years of computing, processor has to wait for the signal for processing. അതായത് മുൻപ് എങ്ങനെയായിരുന്നു, പ്രോസസ്സറിന് സിസ്റ്റത്തിൽ എന്തെങ്കിലും സിഗ്നൽസ് പ്രോസസ് ചെയ്യാനുണ്ടോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു, വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഓക്കെ, സോ പ്രോസസർ ഹാസ് ടു ചെക്ക് ഈച്ച് ആൻഡ് എവറി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഇൻ ദി സിസ്റ്റം ഇറ്റ് ഹാസ് എനി സിഗ്നൽ ടു പ്രോസസ്. സിസ്റ്റത്തിലുള്ള എല്ലാ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസിനെ ഒക്കെ ചെക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. അതിൽ എന്തെങ്കിലും സിഗ്നൽസ് പ്രോസസ് ചെയ്യാൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് പോളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലം എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ചെയ്ത് പോവായിരുന്നു അല്ലേ. ചെക്ക് ചെയ്യാണ് അല്ലേ, സിസ്റ്റത്തിൽ എന്തെങ്കിലും സിഗ്നൽസ് പ്രോസസ് ചെയ്യാനുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ കുറേ സമയം വേസ്റ്റ് ആയിട്ട് പോവാണ്. ഓക്കെ, അത് മാത്രമല്ല പ്രോസസർ എന്ന് പറയുന്നത് എന്താവും ചെയ്യായിരുന്നു, വിൽ ബിക്കം ബിസി അൺനെസസറിലി അല്ലേ. അപ്പോൾ ഇൻ കേസ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സിഗ്നൽ പ്രോസസ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ എന്ത് ചെയ്യും, പ്രോസസർ ആ സിഗ്നലിനെ പ്രോസസ് ചെയ്യും. പക്ഷേ ആ പ്രോസസ് ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കും. കാരണം എന്തുകൊണ്ടാണ്, കാരണം ഇവിടെ അനാവശ്യമായിട്ട് ഇങ്ങനെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ പ്രോസസർ എന്താ ഓൾറെഡി ബിസി സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇഫ് എനി സിഗ്നൽ came for the processor will take some time to process the signal due to the polling processing action. So, system performance also will be degraded and response time of the system will also decrease. അപ്പോൾ അവിടെ എന്തായിരുന്നു അതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഈ ഒരു മെത്തേഡിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ, റെസ്പോൺസ് ടൈം, സിസ്റ്റം റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ഡിക്രീസ് ആവുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിനീയേഴ്സ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ മെക്കാനിസം. അപ്പോൾ ഈ ഒരു ന്യൂ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോസസറിന് ഇനി എല്ലാ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പ്രോഗ്രാംസ് ഒന്നും തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതായത് സിഗ്നൽസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ എന്തെങ്കിലും സിഗ്നൽസ് പ്രോസസ് ചെയ്യാനുണ്ടെങ്കിൽ പ്രോസസറിലേക്ക് സെൻഡ് ചെയ്തോളൂ. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സിഗ്നൽസിന് ഹയസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോസസർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയറിൽ നിന്ന് ഒരു സിഗ്നൽ വന്നാൽ പ്രോസസർ കറന്റ് പ്രോസസ്സിനെ ലീവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, പ്രോസസ് ദി സിഗ്നൽസ് ഓഫ് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ. ഓക്കെ, ഈ ഒരു മെക്കാനിസത്തിനെയാണ് എന്ത് പറയുന്നത്, ഇന്ററപ്റ്റ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് മെക്കാനിസം ഓഫ് പ്രോസസിംഗ് ദി സിഗ്നൽ ഈസ് കോൾഡ് ഇന്ററപ്റ്റ് ഓഫ് ദി സിസ്റ്റം. സോ വാട്ട്സ് എൻ ഇന്ററപ്റ്റ്? Interrupt is a signal which has highest priority from hardware or software which processor should process its signal immediately. അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, interrupt means event which invite attention of the processor on occurrence of some action at hardware or software interrupt instruction event. ആക്ഷൻ ഓൺ ഇൻട്രപ്റ്റ്, ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ ആണ്, ഓൾസോ നോൺ ആസ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. ഓക്കെ, അപ്പോൾ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനെ പറ്റിയിട്ട് നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക, ഇൻട്രപ്റ്റ് വന്നാൽ എന്ത് ആക്ഷനാണ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, ഇൻ റെസ്പോൺസ് ടു ദി ഇൻട്രപ്റ്റ് എ റൂട്ടീൻ ഓർ പ്രോഗ്രാം കോൾഡ് foreground program which is running presently interrupt and an interrupt service routine executes. Then ഇനി വരുന്നത് ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആണ്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് പറയുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, അതായത് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ, അതായത് സിഗ്നൽസ് പ്രോസസറിലേക്ക് സിഗ്നൽസ് ഹാർഡ്വെയർ ഡിവൈസ്, അതായത് എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്നാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള ഇൻട്രപ്റ്റ്സിനെയാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇഫ് ദി സിഗ്നൽ ഫോർ ദി പ്രോസസർ ഈസ് ഫ്രം എക്സ്റ്റേണൽ ഡിവൈസ് ഓർ ഹാർഡ്വെയർ ഈസ് കോൾഡ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കീബോർഡിൽ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തു എന്ന് വിചാരിക്കാം, ടു ഡു സം ആക്ഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒരു സിഗ്നൽ ആണ് ശരിക്കും പറഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ സിഗ്നൽ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും, വിച്ച് ഈസ് ഗിവൺ ടു ദി പ്രോസസർ ടു ഡു ആക്ഷൻ അല്ലേ. അപ്പം അങ്ങനെ വരുന്ന ഇൻട്രപ്റ്റ്സ് ആണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ്. ഓക്കെ, അപ്പം അതിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, മാസ്കബിൾ ഇൻട്രപ്റ്റും അതുപോലെ തന്നെ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റും. അപ്പോൾ എന്താണ് മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്നുള്ളത് നോക്കാം. The hardware interrupt which can be delayed when a much highest priority interrupt has occurred to the processor. ഒരു മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു കുറച്ചും കൂടെ പ്രയോറിറ്റി കൂടിയ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ
എന്ത് സംഭവിക്കും? അതായത് പ്രോസസ്സർ ആ ഒരു ഇൻട്രപ്റ്റിനെ ആയിരിക്കും ഫസ്റ്റ് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്നത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു കേസ് ആണെങ്കിൽ പ്രോസസ്സർ യാതൊരു തരത്തിലുള്ള ഡിലേയും വരുത്തില്ല, ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും? ഈ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രപ്റ്റിനെ പ്രോസസ് ചെയ്യും. ഓക്കെ, ദി ഹാർഡ്വെയർ വിച്ച് കനോട്ട് ബി ഡിലേഡ് ആൻഡ് ഷുഡ് പ്രോസസ് ബൈ ദി പ്രോസസ്സർ ഇമ്മീഡിയറ്റ്ലി. ഇനി ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് തന്നെ കുറച്ചും കൂടെ എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ ഒരു ഡിവൈസ് അല്ലെങ്കിൽ പോർട്ട് റെഡി ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിവൈസ് ഓർ പോർട്ട് ജനറേറ്റ് ആൻഡ് ഇൻട്രപ്റ്റ്, അതുപോലെ തന്നെ ടൈമർ ഓവർഫ്ലോ സംഭവിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പം അങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ക്ലിക്ക് ഓഫ് മൈസ് ഇൻ ആൻഡ് കമ്പ്യൂട്ടർ, അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ജനറേറ്റ് ആൻഡ് കോൾ ടു ആൻ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. ദെൻ ഇനി വരുന്നത് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ്. അപ്പോൾ അതിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നോർമൽ ഇൻട്രപ്റ്റ്സ് ഉണ്ട്, എക്സെപ്ഷനും ഉണ്ട്. അപ്പോൾ നോർമൽ ഇൻട്രപ്റ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രപ്റ്റ്സ് വിച്ച് ആർ കോസ്ഡ് ബൈ ദി സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ്, ഓക്കെ, ആർ കോൾഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇനി വരുന്നത് എക്സെപ്ഷൻ ആണ്. ഈ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വരുന്ന അൺപ്ലാൻഡ് ഇൻട്രപ്റ്റ്സിനെയാണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, while executing an program, if we got a value which should be divided by 0. അപ്പോൾ എന്ന് പറയുന്നത് എന്താണ്? എക്സെപ്ഷൻ ആണ്. Then ഇനി വരുന്നത് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് കോസ്ഡ് ബൈ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് നോർമൽ ഇൻട്രപ്റ്റ്സ് അല്ലേ, അപ്പം അതിൽ വരുന്ന കുറച്ച് കാറ്റഗറിയാണ്. INTN എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ഇൻട്രപ്റ്റ് ടൈപ്പ്. അതിൽ തന്നെ INT3 എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ 1 ബൈറ്റ് കേസ് ആണ്, യൂസ്ഫുൾ ഫോർ ഡിബഗിങ്. ഇനി വരുന്നത് INTO. INTO എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് ഓൺ ഓവർഫ്ലോ. Then bound, specify upper and lower bound. Then software interrupts ഒരു എക്സാമ്പിൾ നോക്കാൻ പോവാണ്. ഇപ്പോൾ when a device function is to be invoked, for example open or read or write or close, okay, അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ SWI എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് അല്ലേ, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? To execute the required device driver function for opening or reading or writing or closing operation. Okay. Then software can execute the software instruction or interrupt N to signal execution of interrupt service routine. അപ്പോൾ അതിൽ INTN N എന്താണ്? എന്ന് പറയുന്നത് N is as per the handler, അതായത് interrupt handler address. Then ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻട്രപ്റ്റ്സ് അക്കോർഡിംഗ് ടു പീരിയോഡിസിറ്റി ഓഫ് ഒക്കറൻസ് ആണ്. അതിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, പീരിയോഡിക് ഇൻട്രപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എപീരിയോഡിക് ഇൻട്രപ്റ്റ് ഉണ്ട്. അപ്പോൾ പീരിയോഡിക് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു നെയിം പോലെ തന്നെ ഒരു ഫിക്സഡ് ഇന്റർവൽ ഇൻ ടൈം ലൈനിൽ വരുന്ന ഇൻട്രപ്റ്റ്സിനെയാണ് പീരിയോഡിക് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് ദി ഇൻട്രപ്റ്റ് ഒക്കേർഡ് അറ്റ് ഫിക്സഡ് ഇന്റർവൽ ഇൻ ടൈം ലൈൻ, then that interrupt are called periodic interrupt. ഇനി എപീരിയോഡിക് ഇൻട്രപ്റ്റ്, if the occurrence of interrupt cannot be predicted, then that interrupt is called aperiodic interrupt. ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻട്രപ്റ്റ്സ് അക്കോർഡിംഗ് ടു ദി ടെമ്പറൽ റിലേഷൻഷിപ്പ് വിത്ത് സിസ്റ്റം ക്ലോക്ക്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് സിങ്ക്രണസ് ഇൻട്രപ്റ്റ് ആണ്. അതായത് ഇൻട്രപ്റ്റ് വിച്ച് ആർ ഡിപ്പെൻഡ് ഓൺ ദി സിസ്റ്റം ക്ലോക്ക്, സിസ്റ്റം ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ വരുന്ന ഇൻട്രപ്റ്റിനെയാണ് സിങ്ക്രണസ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ദി സോഴ്സ് ഓഫ് ഇൻട്രപ്റ്റ് ഈസ് ഇൻ ഫേസ് ടു ദി സിസ്റ്റം ക്ലോക്ക് ഈസ് കോൾഡ് സിങ്ക്രണസ് ഇൻട്രപ്റ്റ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈമർ സർവീസ് ദാറ്റ് യൂസസ് ദി സിസ്റ്റം ക്ലോക്ക്. ഇനി രണ്ടാമത് വരുന്നത് അസിങ്ക്രണസ് ഇൻട്രപ്റ്റ്സ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ്, അതായത് സിസ്റ്റം ക്ലോക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇഫ് ദി ഇൻട്രപ്റ്റ്സ് ആർ ഇൻഡിപെൻഡന്റ് ഓർ നോട്ട് ഇൻ ഫേസ് ടു ദി സിസ്റ്റം ക്ലോക്ക് ഈസ് കോൾഡ് അസിങ്ക്രണസ് ഇൻട്രപ്റ്റ്. ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ്, ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും? ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റീഡ് ഓർ റൈറ്റ് ഫങ്ഷൻസ് ഒക്കെ വരും അല്ലേ. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കഴിയുമ്പോഴും പ്രോസസ്സർ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. അതായത് എന്തെങ്കിലും ഇൻട്രപ്റ്റ്സ് പ്രോസസ് ചെയ്യാനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതായത് അടുത്ത ഇൻസ്ട്രക്ഷൻ സൈക്കിളിലോട്ട് പോവും. ഓക്കെ, ആഫ്റ്റർ എവറി ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ദി പ്രോസസർ വിൽ ചെക്ക് ദി ഇൻട്രപ്റ്റ് ടു ബി പ്രോസസ്ഡ്. ഇഫ് ദർ ഇസ് നോ ഇൻട്രപ്റ്റ് ഈസ് പ്രസന്റ് ഇൻ ദി സിസ്റ്റം, it will go for the next instruction cycle. അപ്പോൾ ഈ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ആരാ തരുന്നത്? അതായത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ, വിച്ച് ഈസ് ഗിവൺ ബൈ ദി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇനി എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? then it will trigger the interrupt handler. അപ്പോൾ ഹാൻഡ്ലർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ അതിന്റെ പ്രോസസ്സിങ്ങിനെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യും.
എന്നിട്ട് അതിന്റെ കോൺഫിഗറേഷൻ എല്ലാം തന്നെ രജിസ്റ്ററിലോട്ട് സേവ് ചെയ്ത് വെക്കും. Okay, if there is an interrupt present, then it will trigger the interrupt handler. The handler will stop the present instruction which is processing and save its configuration in a register. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് load the program counter of the interrupt from an location. ആ ലൊക്കേഷൻ എവിടുന്ന കിട്ടുന്നത്? അതായത് interrupt vector table ഉണ്ട്, അത് നമുക്ക് നോക്കാം. interrupt vector ടേബിളിലായിരിക്കും അതുണ്ടാവുക. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലോഡ് ചെയ്തെടുക്കുന്നു. Okay. So, after processing the interrupt by the processor interrupt handler, which load the instruction and its configuration from the save register. അല്ലേ? അതായത് ഇപ്പോൾ interrupt വന്നു, ആ interruptനെ എന്ത് ചെയ്തു? interrupt handler അതിനെ process ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നേരത്തെ processing ചെയ്തുകൊണ്ടിരിക്കുന്ന ആ instructions ഉണ്ടായിരുന്നല്ലോ, ആ instruction cycle. Okay. അതിന്റെ കോൺഫിഗറേഷൻ എല്ലാം രജിസ്റ്ററിലാണ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് അതൊക്കെ എടുക്കുകയാണ്. ആ ഇൻസ്ട്രക്ഷൻ എല്ലാം തന്നെ ലോഡ് ചെയ്തെടുത്തു. എന്നിട്ട് വീണ്ടും പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പ്രോസസ് വിൽ സ്റ്റാർട്ട് ഇറ്റ്സ് പ്രോസസ്സിംഗ് വേർ ഇറ്റ്സ് ലെഫ്റ്റ്. സോ the saving the old instruction processing configuration and loading the new interrupt configuration is also called as context switching. അല്ലേ? അതായത് ഒരു ഇൻസ്ട്രക്ഷൻ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിലാണ് ഇൻട്രപ്റ്റ് വന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? അവിടേക്ക് സ്വിച്ച് ചെയ്തു അല്ലേ? ദെൻ ഇൻട്രപ്റ്റ് ആ ഒരു സിഗ്നലിനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും എവിടെ നിന്നാണോ സ്വിച്ച് ചെയ്ത് പോയത് ആ ഇൻസ്ട്രക്ഷനിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നു അല്ലേ? എന്നിട്ട് വീണ്ടും പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അതിനെയാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. Interrupt service routine. So the interrupt handler is also called as interrupt service routine. നമ്മൾ നേരത്തെ പറഞ്ഞു സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്, അതുപോലെ തന്നെ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് പറഞ്ഞു അല്ലേ? അപ്പം എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ കോൾ ചെയ്യും അല്ലേ? അതായത് ഡിഫറെൻറ്റ് ഇൻട്രപ്റ്റ്സിന് ഡിഫറെൻറ്റ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോക്ക് ഇൻ ആൻഡ് സിസ്റ്റം വിൽ ഹാവ് ഇറ്റ്സ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കീബോർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഡിവൈസ് ആയിക്കോട്ടെ അതിന് അതിൻ്റെതായ എന്തുണ്ടായിരിക്കും? ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ ഉണ്ടായിരിക്കും. Okay, keyboard it will have its interrupt handler. For every device it will have its interrupt handler. ഇനി നോക്കാൻ പോകുന്നത് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി interrupt service routine ആണ്. Interrupt can occur at any time they are asynchronous. Interrupt service routine can call for asynchronous interrupt. അതുപോലെ interrupt service mechanism can call the interrupt service routine from multiple sources. Multiple sources നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനെ കോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മാസ്കബിൾ, നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സിനെ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രോഗ്രാമിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസിന് ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ കോളിനെ എനേബിൾ ചെയ്യാനും പറ്റും, ഡിസേബിൾ ചെയ്യാനും പറ്റും. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ഓൺ ബിഗിനിങ് ഓഫ് എക്സിക്യൂഷൻ ഇറ്റ് വിൽ ഡിസേബിൾ അതർ ഡിവൈസ് ഇൻട്രപ്റ്റ് സർവീസ്. After completion of the interrupt service routine execution, it will reinitialize the interrupt services. So, the nested interrupts are allowed in interrupt service routine for diversion to other interrupt service routine. ഇനി വരുന്നത് ടൈപ്സ് ഓഫ് interrupt handlers ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെവൽ interrupt handler ഉണ്ട്, സെക്കൻഡ് ലെവൽ interrupt handler ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെവൽ interrupt handler എന്ന് പറയുന്നത് ഹാർഡ് interrupt handler ആയിരിക്കും, അതുപോലെ തന്നെ ഫാസ്റ്റ് interrupt handler ആയിരിക്കും. മാസ്കബിൾ ഇൻട്രപ്റ്റ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യാനാണ് ഈ ഒരു ഫസ്റ്റ് ലെവൽ ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ വരുന്നത്. ഓക്കെ, ദിസ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലേഴ്സ് ഹാവ് മോർ ജിറ്റർ വൈൽ പ്രോസസ് എക്സിക്യൂഷൻ ആൻഡ് ദേ ആർ മെയിൻലി മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. ഇനി വരുന്നത് സെക്കൻഡ് ലെവൽ ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ ആണ്, കുറച്ചുകൂടെ സ്ലോ ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ ആണ്. ദിസ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ ആർ ഹാവിംഗ് ലെസ് ജിറ്റർ. ഇനി വരുന്നത് ഇൻട്രപ്റ്റ് വെക്ടർ ടേബിൾ ആണ്. നമ്മൾ നേരത്തെ ഇൻട്രപ്റ്റ് വെക്ടർ ടേബിൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ അല്ലേ, അതെവിടെ ഉണ്ടാവുക? ഇൻട്രപ്റ്റ് വെക്ടർ ടേബിളിലാണ് ഉണ്ടാവുക. അപ്പോൾ ലൊക്കേറ്റഡ് ഇൻ ഫസ്റ്റ് 1K ഓഫ് മെമ്മറി കണ്ടെയ്ൻസ് 256 4-byte ഇൻട്രപ്റ്റ് വെക്ടേഴ്സ്. അതിലെ ഓരോ വെക്ടറിലും എന്തുണ്ടായിരിക്കും? അഡ്രസ് ഉണ്ടായിരിക്കും അല്ലേ? കണ്ടെയ്ൻസ് ദി അഡ്രസ് ഓഫ് ദി സർവീസ് റൂട്ടീൻ അല്ലെ, ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ അഡ്രസ് ആണ് വരുന്നത്. ഇനി each entry in the vector table is represented by an integer between 0 and 255. അപ്പോൾ ആ ഒരു ഇന്റീജേഴ്സ് എന്തിനെയാണ് കാണിക്കുന്നത്? ഇൻട്രപ്റ്റ് ടൈപ്പിനെയാണ് കാണിക്കുന്നത്, കോൾഡ് ദി ഇൻട്രപ്റ്റ് ടൈപ്പ്. സോ ഇങ്ങനെയാണ് ഇൻട്രപ്റ്റ് വെക്ടർ ടേബിൾ വരുന്നത്.
അപ്പോൾ അതിൽ ആ ഒരു ടേബിൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് 0 to 256 ഇൻറ്റീജേഴ്സ് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ ഓരോ ഇൻറ്റീജേഴ്സും എന്താണ് ശരിക്കും ടൈപ്പാണ്, ഇൻട്രപ്റ്റ് ടൈപ്പാണ്. കണ്ടോ, ടൈപ്പ് 0, ടൈപ്പ് 2, ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് 255 വരെ പോയിട്ടുണ്ട്. 0 to 255 വരെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ടൈപ്പ് 0 എന്ന് പറയുന്നത് ഡിവൈഡ് എറർ, ടൈപ്പ് 1 എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റെപ്പ്, ദെൻ ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 എന്ന് പറയുന്നത് ഓവർഫ്ലോ അല്ലേ. ഓവർഫ്ലോൻ്റെ കേസ് ആ ഒരു ഇൻട്രപ്റ്റ് എവിടെയായിരുന്നു, അതെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ആണ് അല്ലേ. പിന്നെ ടൈപ്പ് 5 എന്ന് പറയുന്നത് ബൗണ്ട്, ദെൻ ടൈപ്പ് 6, ടൈപ്പ് 7, ടൈപ്പ് 8, ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലെ ഓരോ എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോ എൻട്രിയിലും എന്തായിരിക്കും, അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ആ ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു സെക്ഷൻ തന്നെയാണ് കഴിഞ്ഞത്. ഈ ഒരു മൊഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇൻട്രപ്റ്റ്സ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കുറച്ചും കൂടെ ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിലായിട്ട് അത് ചെയ്യാം. അത്രേ ഉള്ളൂ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.